നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനിൽ കഴിഞ്ഞ 56 ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ സ്വദേശിവന്റെ കണ്ടെത്തിയതായ റിപ്പോർട്ട്. മരിച്ച നിലയിലാണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഹമീദ ബിൻ ഹമൂദ് അൽ അംരി എന്ന സ്വദേശിവന്റെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 57 വയസ്സായിരുന്നു. ഇവരെ മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എവിടെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ വർഷം ഒക്ടോബർ 3-നാണ് ഇവരെ കാണാതാകുന്നത്. വീട്ടിൽ നിന്ന് പോയവർ പിന്നീട് എങ്ങോട്ടാണ് പോയത് എന്ന വിവരം ഇതുവരെ കിട്ടിയിട്ടുമില്ല. തിരിച്ചു വന്നതും ഇല്ല. ഇവരെ കണ്ടുകിട്ടുന്നവർ ഉടൻ തന്നെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുകയുണ്ടായി. സ്വദേശികളും വിദേശികളും അടക്കം നിരവധി പേർ ഇത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു. മാധ്യമപ്രവർത്തകനായ അബൂ തലാൽ അൽ ഹംറാനി 11,000 റിയാൽ പാരിതോഷികവും ഇവരെ കണ്ടെത്തുന്നവർക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. റോയൽ ഒമാൻ പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ സംഘം വനിതയെ കണ്ടെത്താൻ വേണ്ടി തെരച്ചിൽ നടത്തിയിരുന്നു. താക്ലിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡിന്റെ ഡ്രോൺ, പോലീസ് നായ എന്നിവയുടെ സഹായത്തോടെ തെരച്ചിൽ നടത്തിയിരുന്നു. ഇവരെ കണ്ടെത്താൻ സന്നദ്ധ സംഘടനകളും തെരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ഫലമുണ്ടായില്ല. അതേസമയം പ്രവാസി ജനസംഖ്യ ഒമാനിൽ വീണ്ടും വർദ്ധിച്ചതായി റിപ്പോർട്ട്. കോവിഡ് തുടങ്ങുന്നതിന് മുമ്പുള്ള രീതിയിലേക്ക് എത്തിത്തുടങ്ങിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 20 ലക്ഷം കടന്നുവെന്നാണ് പറയുന്നത്. 2019 മൊത്തം പ്രവാസി ജനസംഖ്യ 19.63 ലക്ഷമായിരുന്നു. എന്നാൽ 2018 ഇത് 20.02 ലക്ഷം വരെ എത്തിയിരുന്നു. 2020 അവസാനത്തോടെ കോവിഡ് വർദ്ധിച്ചതിനാൽ ഇത് 17.45 ലക്ഷമായി കുറഞ്ഞു. ഇതാണ് വീണ്ടും 20 ലക്ഷത്തിലേക്ക് അടുത്തെത്തിയിരിക്കുന്നത്. ദേശീയ സ്ഥിതിവിവരക്കണക്കിന്റെ പുതിയ കണക്കനുസരിച്ച് പുറത്തു വന്നിരിക്കുന്നത് ഇതാണ്. ഈ വർഷം ഒക്ടോബർ വരെയുള്ള കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 2021 17.23 ലക്ഷം എന്ന കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വർധനമാണുള്ളത്. കോവിഡ് പടർന്നു പിടിച്ചപ്പോഴാണ് ജോലി നഷ്ടപ്പെട്ട് പലരും നാട്ടിലേക്ക് മടങ്ങിയത്. 2.69 ലക്ഷം ആളുകളാണ് 2020 തുടക്കത്തിൽ രാജ്യം വിട്ടുപോയത്. 2021 33,655 പേരും ഒമാനിൽ നിന്നും പോയി. എന്നാൽ കോവിഡ് കാലം കഴിഞ്ഞ് ഇപ്പോഴും രാജ്യം സാധാരണ നിലയിലേക്കായി തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.